ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതു നമ്മുടെ വിജയലക്ഷ്മി രാധികാമ്മനെ വട്ടം കറക്കാട്ടോ. രാധികാമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടി ഗോവിന്ദൻ്റെ റൂമിലേക്ക് അവിടെ കയറിപ്പോയത്? ഇതൊക്കെ നിൻ്റെ അഭിനയമല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ്റെ കൂടെ പോയി കിടക്കാൻ വേണ്ടി നീ ഉണ്ടാക്കിയ നാടകമോ ഇതൊക്കെയെന്ന് പറയുമ്പോൾ, ദേ എന്നെക്കുറിച്ച് കൂടുതലൊന്നും പറയരുത് കേട്ടോ, എനിക്കങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നൊക്കെ ഗീതു പറയുന്നുണ്ട്. എനിക്ക് എന്തൊക്കെയോ കലക്കി തന്നു, ആരൊക്കെയോ മയക്കുമരുന്ന് തന്നു, നിങ്ങൾ തന്നെയായിരിക്കും മയക്കുമരുന്ന് തന്നത്, എനിക്കറിയാം, നിങ്ങൾ തന്നെയാണ് എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് ഗീതു പറയുമ്പോൾ, എനിക്കതിൻ്റെ ഒരു ആവശ്യമില്ല, പിന്നെ ഞാനൊന്നും അല്ലാന്ന് രാധികാമ്മ പറയുമ്പോൾ ഗീതു പറയണ്ട, ഇല്ല നിങ്ങൾ തന്നെയാണ്, ഞാൻ കഴിച്ച ഭക്ഷണത്തിലോ വെള്ളത്തിലോ ജ്യൂസിലോ എന്തൊക്കെയോ നിങ്ങൾ കലക്കി തന്നു, എനിക്കിപ്പോൾ ഒരു ബോധവും ഇല്ല എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയണ്ട, എനിക്ക് നിന്നോടൊരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ, ഗോവിന്ദൻ്റെ കൂടെ നീ എന്തിനാടി ആ റൂമിൽ പോയത് എന്ന് പറയുമ്പോഴേക്കും, നിങ്ങൾക്കത് എന്താണെന്ന് അറിയണം അല്ലേ, മാറി നിൽക്ക്, ഞാൻ കാണിച്ചു തരാം എന്ന് പറയുവാണ്. അതിനുശേഷം രാധികാമ്മനെ കുറച്ചങ്ങോട്ട് നീക്കുവാണ് നമ്മുടെ ഗീതു. ശേഷം നമ്മുടെ വാതിലിൻ്റെ അടുത്തേക്ക് പോയി വാതിൽ പെട്ടെന്നൊന്ന് കുറ്റിയിടുക കേട്ടോ. ആ സമയത്ത് രാധികാമ്മനെ മാറ്റാൻ അങ്ങനെ തള്ളിയിടുന്നുണ്ട് ഗീതു വരാൻ പോകുമ്പോഴേക്കും. എന്നിട്ട് ലോക്ക് ഇട്ടിട്ട് താക്കോലെടുത്തിട്ട് ഗീതു കയ്യിലേക്ക് പിടിച്ച് പൊട്ടിച്ചിരിക്കുവാണ്. ആ സമയത്ത് രാധികാമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ ചിക്കണേന്ന് ചോദിക്കുമ്പോൾ, അതെല്ലാം രാധികാമ്മയല്ലേ പറഞ്ഞത്, കണ്ണേട്ടൻ്റെ റൂമിൽ പോയിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോയതെന്ന് കാണിച്ചു തരാനായിട്ട്, അതാ ഞാൻ കാണിക്കുന്നത്. ഞാനിങ്ങനെ റൂം പൂട്ടി താക്കോലെടുത്ത് താക്കോലിങ്ങനെ കറക്കി 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 ഇങ്ങനെ കട്ടിൽ വഴി അപ്പുറത്തേക്ക് പോയി ജനലരികിൽ പോയിട്ട് ഒരു ഒറ്റയേറ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അയ്യോ എടി മഹാപാപി, നീ താക്കോല് കളഞ്ഞോ എന്ന് പറയുമ്പോഴേക്കും, അതെ ഞാനിതാ ചെയ്യാൻ പോയത് അവിടെ വെച്ചിട്ടെന്ന് പറയുമ്പോൾ, എനിക്ക് ഭ്രാന്ത് പിടിക്കേണ്ട ഈശ്വര, ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് രാധികാമ്മ ദേഷ്യം കൊണ്ട് തലോണയൊക്കെ എടുത്ത് എറിയുവാട്ടോ. ആ സമയത്ത് നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ഞാൻ മാനസിക രോഗിയല്ല എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞത്, മാനസിക രോഗികൾ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല, അതുകൊണ്ട് ഈ റൂമിൽ നിങ്ങൾ ഞാൻ എന്ത് ചെയ്താലും ആരും ഒന്നും പറയില്ല, എനിക്ക് ബോധമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുവാണ്. ശേഷം നമ്മുടെ രാധികാമ്മ കൊട്ടി കൊട്ടി വിളിക്കുന്നുണ്ട്, ആരെങ്കിലും വാതിൽ തുറക്കുമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഗീതു പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ വിളിച്ചു പോയിട്ട് ഒരു കാര്യമില്ല, ഇവിടെ നിന്ന് വിളിച്ചാൽ ആരും കേൾക്കാൻ പോകുന്നില്ല എന്ന് പറയുവാണ്. അതിനുശേഷം രാധികാമ്മ പറയുന്നുണ്ട്, ഗീതു നമുക്കിങ്ങനെ സംസാരിച്ച് നേരം വിളിപ്പിക്കാം, അമ്മിങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കുക, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുമ്പോൾ, ഒന്ന് പോടി ഈശ്വര, താക്കോൽ എടുക്കാനായിട്ട് എന്ത് ചെയ്യും? ഗീതു, എടി നിൻ്റെ ഫോൺ തന്നെ, നിൻ്റെ ഫോൺ വഴി ആരെങ്കിലും വിളിച്ചിട്ട് ഇതിൻ്റെ സ്പെയർ പാർട്ട് കീ ഉണ്ട്, ആ കീ എടുക്കട്ടെ എന്ന് പറയുവാണ് രാധികാമ്മ. പക്ഷേ ഗീതു പറയുന്നുണ്ട്, ഫോണൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ആ സമയത്ത് രാധികാമ്മ പതുക്കെ പതുക്കെ പോയിട്ട് ഗീതു ഉറങ്ങിയോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഗീതുവിൻ്റെ ഫോൺ പതുക്കെ ഇങ്ങനെ എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പം നോക്കുമ്പോൾ ഗീതു നല്ല ഉറക്കമാണ്. രാധികാമ്മ ആ സമയത്ത് വിചാരിക്കും, ഗീതു എടി നിൻ്റെ ഫോൺ എടുത്തൊന്നും വിളിച്ചിട്ട് ആരുടെങ്കിലും കീ കൊണ്ടുവരാൻ പറയടി എന്ന് പറയുമ്പോൾ, ഗീതു എന്താ ചെയ്യാന്ന് വെച്ചാൽ ഗീതുയുടെ കയ്യിൽ തന്നെ കീ ഉണ്ട് കേട്ടോ. ഗീതു ആ സമയത്ത് മനസ്സിൽ വിചാരിക്കുകയാണ്, എനിക്കിട്ട് ഒരുപാട് പണി തന്നതല്ലേ, അവിടെ കിടക്ക് ഇന്ന് എൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ആ താക്കോല് നമ്മുടെ തലോൻ്റെ അടിയിലേക്ക് എടുത്ത് വെക്കുക കേട്ടോ. ആ സമയത്ത് രാധികാമ്മ പറയുന്നുണ്ട്, ഗീതു എടി എഴുന്നേക്കടി, ആരെങ്കിലും വിളിച്ചിട്ട് സ്പെയർ പാർട്ട് കീ എടുത്തുകൊണ്ട് വരാൻ പറയടി എന്ന് പറയുമ്പോഴേക്കും ഗീതു കൂർക്കം വലിച്ചുറങ്ങണ പോലെ അഭിനയിക്കുവാണ്. ആ സമയത്ത് രാധികാമ്മ ഗീതുവിൻ്റെ ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഗീതു പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് പാട്ട് പാടി ഡാൻസ് കളിക്കുവായിട്ടോ കട്ടിലിൽ തന്നെ ഇരുന്നിട്ട്. ആ സമയത്തേട്ട്, ഗീതു നീ എന്തുവാടി കാണിക്കണത്, പ്രാന്താണോടി നിനക്ക്, പൊട്ടിയാണോടി നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടൊക്കെ എടുക്കുവാണ്. ആ സമയത്ത് ഗീതു വീണ്ടും അവിടെ തന്നെ കിടന്ന് ഉറങ്ങുവാട്ടോ. അതേസമയം പിന്നെ കാണിക്കുന്ന ഭദ്രനെയും വിലാസിനെയാണ്. ഭദ്രനെയും വിലാസിനെയും ഊരിട്ട് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് തലവഴി പുതപ്പൊക്കെ ഇട്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടി പോണ സമയത്ത് നമ്മുടെ അയ്യപ്പേട്ടൻ നോക്കുമ്പോഴേക്കും രണ്ട് സാധനങ്ങൾ ഇങ്ങനെ പോണത് കാണുവാട്ടോ. അയ്യപ്പേട്ടൻ അപ്പം തന്നെ ചാടി കയറി പിടിക്കുവാണ്. കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭദ്രനെയും വിലാസിനെയും അറഞ്ചും പുറഞ്ചും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും വിലാസിനെയും ഭദ്രൻ, അയ്യോ ഇത് ഞങ്ങളാണ് അയ്യപ്പ, വീടായപ്പ അത് പറയുന്നുണ്ടെങ്കിൽ അയ്യപ്പേട്ടൻ അതൊന്നും കേൾക്കുന്നില്ല, അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഭദ്രൻ മുഖം മാറ്റുമ്പോഴേക്കും, അയ്യോ ഇത് നിങ്ങളായിരുന്നു, ആഹാ രാത്രിക്ക് രാത്രി ഇവിടുന്ന് രക്ഷപ്പെടാൻ പോവാണല്ലോ എന്ന് പറയുമ്പോൾ, അയ്യോ അതൊന്നും അല്ല അയ്യപ്പ, ഞങ്ങൾക്ക് ഷുഗർ പരിശോധിക്കാനുണ്ട്, അതിരാവിലെ ഭക്ഷണത്തിന് മുമ്പ് തന്നെ ഷുഗർ പരിശോധിക്കണേ, അതുകൊണ്ട് ആശുപത്രിയിൽ പോവാ, പിന്നെ ഞങ്ങൾ വീട്ടിൽ നേരെ പോകും എന്ന് പറയുമ്പോൾ നമ്മുടെ അയ്യപ്പേട്ടൻ, ആഹാ അങ്ങനെയാണോ, ശരി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഭദ്രൻ പറയണ്ട, അയ്യപ്പ തനിക്ക് ഇവിടെ കിട്ടണേക്കാളും കൂടുതൽ ശമ്പളം ഞാൻ തരാം, ഞങ്ങളൊരു ആനനെ വാങ്ങിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാം, നല്ലൊരു ആനേനെ, അപ്പോൾ ആനപ്പാപ്പനായിട്ട് താൻ നാളെ അവൾ തോട്ടിയായിട്ടേ വീട്ടിലേക്ക് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകുവാണ്. ഗീതുയുടെ ഫോണൊക്കെ തുറക്കാൻ വേണ്ടി രാധികാമ്മ നോക്കുന്നുണ്ടെങ്കിലും ഫോൺ തുറക്കാനൊന്നും രാധികാമ്മക്ക് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ രാവിലെ ആകുമ്പോൾ അലാറം അടിക്കുമ്പോൾ ഗീതു എഴുന്നേക്കുമെന്ന് വിചാരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ഗീതു എഴുന്നേൽക്കുന്നില്ല. അലാറം കട്ടിട്ട് പിന്നെ
കിടക്കുവാണ്. പിന്നെയും ചാടി എഴുന്നേറ്റ് പാട്ട് പാടുവാണ്. എടി ഗീതു നിർത്തടി എന്ന് പറയുമ്പോൾ അയ്യോ അമ്മയോ, അമ്മ എന്താ ഇവിടെ, അമ്മ എന്തിനാ എൻ്റെ കൂടെയാണോ കിടന്നത്? ഓ ഞാൻ ഗോവിന്ദേട്ടൻ്റെ കൂടെ കിടക്കുമെന്ന് പേടിച്ചിട്ട് എനിക്ക് കാവിൽ നിന്നതായിരിക്കും അല്ലേ അമ്മ എന്ന് പറയുമ്പോൾ ദേ നീ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ടത്, ഇന്നലെ രാത്രി നീ എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറയുമ്പോൾ അമ്മേ മിണ്ടരുത്, ഞാൻ സാധകം ചെയ്യുവാണ്. എന്നിട്ട് പാട്ട് പാടുവാട്ട്. ഗീതു നിർത്തടി, നീ എന്താണ് ഈ അലറി വിളിക്കണത്? അമ്മേ സംഗീതത്തെ ഇങ്ങനെ അലറി വിളിക്കണമെന്ന് പറയാൻ പാടില്ല, അതിരാവിലെ എഴുന്നേറ്റ് സാധകം ചെയ്യണമെന്നാണ് വിജയലക്ഷ്മി മാഡം പറഞ്ഞിരിക്കണത് എന്ന് പറയുവാണ്. എടി നീ നിൻ്റെ ഫോൺ എടുത്ത് ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ആ കീ ഒന്ന് എടുത്തരാൻ പറയാണ്. കീ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ നീ എടി ഇന്നലെ പുറത്തേക്ക് ഇട്ടത്. ഞാനോ? അങ്ങനെ പുറത്തേക്ക് ഇടാൻ എനിക്കെന്താ വട്ടാണോ? കീ ഒന്നും ഞാൻ പുറത്തേക്ക് ഇട്ടില്ലെന്ന് പറയുമ്പോൾ അതേ ഗീതു കളിക്കല്ലേ, കീ ഇന്നലെ നീ പുറത്തേക്ക് ഇട്ടു എന്ന് പറയുമ്പോൾ ഗീതു ഞാൻ പുറത്തേക്കൊന്നും ഇട്ടിട്ടില്ല, കീ ഇവിടെ തന്നെ എങ്ങാനും ഉണ്ടാവും, ഞാൻ നോക്കട്ടെ എന്ന് പറയാണ്. അതിനുശേഷം ഗീതു നമ്മൾ രാധികാമനൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണം. രാധികാമനെ വട്ടാക്കിയതിന് ശേഷം ഗീത പെട്ടെന്ന് തന്നെ കട്ടിലേക്ക് കയറുവാണ്. അതിനുശേഷം തലോണ പൊക്കുമ്പോൾ അവിടെ കീ കാണുന്നുണ്ട്. ഇതേ കണ്ടില്ലേ കീ ഞാൻ എപ്പോഴും തലോണിൻ്റെ ഇടയിലാണ് കീ വെച്ച് കിടക്കുന്നത്, അല്ലാണ്ട് അമ്മേനെ പോലെ പ്രാന്ത് കാണിച്ച് ഞാൻ കീ എടുത്ത് പുറത്തേക്കൊന്നും അറിയില്ല. ആ കീ അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ രാധികാമ്മ ആകെ അന്തം വിട്ട് നിൽക്കുവാണ്. ഗീതോട് പറയണ്ടെങ്കിൽ നീ വാതിൽ തുറക്കുമെന്ന് പറയുമ്പോൾ വാതിലൊക്കെ തുറക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട് എന്ന് പറയുന്നിടത്താണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.